17 വർഷത്തെ വിദേശവാസം അവസാനിപ്പിച്ച് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തുന്നു. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമാകുന്നതിനിടെ താരിഖ് റഹ്മാന്റെ മടങ്ങിവരവിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് അദ്ദേഹം ബംഗ്ലാദേശിലെത്തുമെന്നാണ് റിപ്പോർട്ട്. താരിഖ് റഹ്മാന്റെ അമ്മയും മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. അമ്മയെ കാണുകയും തുടർന്ന് വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുകയും അധികാരത്തിലെത്തിക്കുകയുമാണ് താരിഖ് റഹ്മാന്റെ ലക്ഷ്യം. താരിഖ് റഹ്മാന്റെ തിരിച്ചുവരവ് കണക്കിലെടുത്ത് ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ് ഹസ്രത്ത് ജലാൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ സുരക്ഷാ നടപടികൾ കർശനമാക്കി. രഹസ്യമായും പരസ്യമായും എല്ലാ സാധ്യതാപരമായ സുരക്ഷാ ഒരുക്കങ്ങളും സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. പിതാവും ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റുമായ സിയാവുർ റഹ്മാൻ സ്ഥാപിച്ച ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനാണ് 60-കാരനായ താരിഖ്. ബംഗ്ലാദേശ് പ്രസിഡന്റായിരിക്കെ 1981 സിയാവുർ റഹ്മാൻ കൊല്ലപ്പെടുകയായിരുന്നു. മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാന്റെയും 3 വട്ടം പ്രധാനമന്ത്രിയായ ഖാലിദ സിയയുടെയും മകനായ താരിഖിന് കിരീടാവകാശി എന്ന് വിളിപ്പേരുണ്ട്. താരിഖ് 2000-ൽ BNP നേതൃനിരയിലെത്തിയതാണ്. ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന് 18 മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. 2008-ൽ ജയിൽ മോചിതനായപ്പോൾ കുടുംബത്തോടൊപ്പം ലണ്ടനിലേക്ക് കുടിയേറിയതാണ്. അമ്മ ഖാലിദ സിയയെ ഹസീന ഭരണകൂടം ജയിലിലടച്ചപ്പോൾ താരിഖ് ലണ്ടനിലിരുന്ന് BNPയെ നയിച്ചു. ഖാലിദ സിയയ്ക്ക് രോഗം മൂർച്ഛിച്ചപ്പോൾ താരിഖ് ബംഗ്ലാദേശിൽ മടങ്ങിയെത്തുമെന്ന സൂചനകളുണ്ടായിരുന്നു. എന്നാൽ പലവിധ കാരണങ്ങളാൽ മടക്കം നീണ്ടു. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു ശേഷം ബംഗ്ലാദേശിൽ രൂപപ്പെട്ട പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ BNP മുഖ്യ പാർട്ടിയായി മാറുമ്പോഴാണ് താരിഖിന്റെ തിരിച്ചുവരവ്. ഫെബ്രുവരിയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നും കരുതുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതിയില്ല. അതിനാൽ BNPക്ക് വൻ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന താരിഖ് റഹ്മാൻ ഇന്ത്യയോ പാകിസ്ഥാനോ അല്ല, ബംഗ്ലാദേശാണ് ആദ്യം എന്ന ചിന്താഗതിക്കാരനാണ്.